മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ല അവർ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞൊരു സംഭവമുണ്ട്. 2 സഹോദരങ്ങളുണ്ടായിരുന്നു, 2 കൂട്ടുകാർ. ആ 2 കൂട്ടുകാർ എവിടുന്ന് കൂട്ടുകൂടിയതാണ്? അവർ പള്ളിയിൽ നിന്ന് കൂട്ടായതാണ്, ചങ്ങാതിമാരായതാണ്, ദറസിൽ നിന്ന് കൂട്ടായതാണ്. പള്ളിയിലും ദറസിലും എന്ന് പറഞ്ഞാൽ ദീനിയായ ബന്ധമാണ് അവർക്കിടയിലുള്ളത്. ദറസിലും പള്ളിയിലും അന്നത്തെ കാലഘട്ടത്തിൽ സൂഫിയാക്കളായ അവരുടെ ഉസ്താദന്മാരുടെ മശായിഖന്മാരുടെ ഖാൻഖായിൽ നിന്നും പരസ്പരം ബന്ധം പുലർത്തിയവരാണ്. അത്ര നല്ല ചങ്ങാതിമാരായിരുന്നു. പക്ഷേ ആ നല്ല സൗഹൃദത്തോടുകൂടി ചങ്ങാത്തത്തോടുകൂടി ജീവിച്ചിരുന്ന 2 ആളുകളുടെ ജീവിതത്തിൽ ഒരാൾ ഒരു രാത്രിയിൽ ഒരബദ്ധത്തിൽ പെട്ടുപോയി, ഒരു തെറ്റിൽ കുടുങ്ങിപ്പോയി. സാധാരണഗതിയിൽ പകലൊക്കെ സുന്നത്ത് നോമ്പെടുക്കുകയും രാത്രിയൊക്കെ നിന്ന് നിസ്കരിക്കുകയും കൂടുതൽ ഇബാദത്തെടുക്കുകയും ചെയ്ത അന്നത്തെ സൂഫിയാക്കളെ പോലത്തെ 2 ചങ്ങാതിമാരിൽ ഒരാൾ ഒരബദ്ധത്തിൽ കുടുങ്ങി. എങ്ങനെ അബദ്ധത്തിൽ കുടുങ്ങിയത്? 2 പേരും നോമ്പാണ്. നോമ്പ് തുറക്കാനാകുമ്പോൾ 2 പേർക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും റൊട്ടിയോ സാധനമോ വാങ്ങിക്കൊണ്ടാ എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ അയക്കുകയാണ്. ഈ സുഹൃത്ത് അത് റൊട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ പോയപ്പോൾ പീടികയിൽ റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സൗന്ദര്യവതിയായ ഒരു പെണ്ണായിരുന്നു, ഒരു സ്ത്രീയായിരുന്നു. മനുഷ്യനാണല്ലോ, സ്വാഭാവികമാണല്ലോ. സൂഫിയാന്ന് വിചാരിച്ച് മഹാനാന്ന് വിചാരിച്ചിട്ട് വികാരങ്ങളൊന്നും ഇല്ലെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ടല്ലോ. സന്ധ്യാസമയത്ത് ആരുമില്ലാത്ത നേരത്ത് പീടികയിൽ പോയപ്പോൾ റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സൗന്ദര്യവതിയായ ഒരു പെൺകുട്ടിയുടെ ആകർഷ്ടനായി അദ്ദേഹം വീണുപോയി, കുടുങ്ങിപ്പോയി, തെറ്റിൽ കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ പെണ്ണിനോടൊരു ആശ വന്നു, പെണ്ണിനോട് ഇഷ്ടം വന്നു. പെണ്ണിനോടൊരു ഇഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിയാരും സംഘവും ഉസ്താദും ഒന്നും ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നെ പിശാച് കയറിയിട്ട് ബാക്കി അങ്ങ് ഏറ്റെടുത്തോളും. സംഗതി ആദ്യം നമ്മളൊരു ചെറിയ ഒരു അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങൾ മൂപ്പിച്ച് കണക്കാക്കി തരുന്ന കാര്യം അവൻ ഏറ്റെടുത്തോളും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇങ്ങനെ ഒരു അബദ്ധത്തിൽ കുടുങ്ങിപ്പോയി. എന്താ നമ്മൾ ചെയ്യുക? സാധാരണഗതിയിൽ തിരിച്ചു വന്നപ്പം അവനെ അരികിലിരുത്തിയിട്ട് കുറേ ഉപദേശിക്കുമല്ലോ. അവനെന്താ പറയുക? ഞാനങ്ങനെ വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, ഞാനിങ്ങനെ പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ടു, എനിക്ക് ഓളെ വേണമെന്ന് പറയുന്നു, ഓളെ പിന്നാലെ പോകുന്നു, വേറെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ 2 പേരും തമ്മിലുള്ള സൗഹൃദത്തിൽ ഒരു കുറവും വരുത്താതെ ഈ നല്ല മനുഷ്യൻ വീണ്ടും അവൻ്റെ പിന്നാലെ നടന്ന് അവനെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. ഉപദേശിക്കാന്ന് പറഞ്ഞാൽ വാഴ് പറയലല്ല, ആ വാഴ അവിടെ ഒന്നും എറിക്കൂല. കാരണം അവൻ്റെ ഉള്ളിൽ മുഴുവനും മറ്റേത് കിടക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ പേത്ത് നിങ്ങളിനി എന്ത് ഉപദേശം കൊടുത്താലും അത് കടക്കൂല. പ്രിയപ്പെട്ടവർ, ഇമാം ഗസാലി റഹിമഹുല്ലാ അവർ പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ ഉദ്ദേശിക്കുന്നത് 1 ദിവസം, 2 ദിവസം, ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം, 2 മാസം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അതേ തെറ്റായ വഴിയിൽ തന്നെയാണ്. എന്നാൽ പിന്നെ ഞാനെന്താ തീരുമാനിക്കേണ്ടത്? എൻ്റെ ഹറാമും കൊണ്ട്, നിൻ്റെ വൃത്തികേടും കൊണ്ട്. ഇനി നിൻ്റെ വൃത്തികെട്ട സൗഹൃദം എനിക്ക് വേണ്ട, ചങ്ങാത്തം എനിക്ക് വേണ്ട, ഞാൻ പള്ളിയിലേക്ക് പോവാണ്, ദർസിലേക്ക് പോവാണ്, നീ നിൻ്റെ വഴിക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് പിരിയണ്ടേ? പക്ഷേ അതിലൊരു വലിയ പാഠം നമുക്കുള്ളത് കൊണ്ടാണ് ഈ സംഭവം ഇമാം ഗസാലി റഹിമഹുല്ലാ അവർ പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ എനിക്കങ്ങനെ കൈയൊഴിക്കാൻ കഴിയില്ല. അവൻ എൻ്റെ കൂട്ടുകാരനല്ലേ, എൻ്റെ ചങ്ങായിയല്ലേ, എൻ്റെ ഉറ്റമിത്രമല്ലേ. 1 മാസം, 2 മാസം, 3 മാസം, 4 മാസം, 7 മാസക്കാലം അവൻ്റെ ചങ്ങാത്തം വിട്ടുകളയാതെ അവനോടൊപ്പം നടന്നിട്ട് അവനെ തിരുത്താൻ ശ്രമിച്ചു. 7 മാസത്തിൻ്റെ ഇടയിൽ ഇദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ നേരെയാക്കാൻ വേണ്ടിയിട്ട് സദഖ ചെയ്തു, ദുആ ചെയ്തു, സുന്നത്ത് നോമ്പ് വെച്ച് ദുആ ചെയ്തു. ഒരു സുഹൃത്തിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട സംഗതി. അപ്പം എൻ്റെ മോനും മോക്കും വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യണം പ്രിയപ്പെട്ടവരെ? ശരിക്കും ശ്രദ്ധിക്കണേ, വെറും ഒരു പ്രസംഗമായി നമ്മൾ കേൾക്കരുതേ പ്രിയപ്പെട്ടവരെ. 7 മാസക്കാലം തൻ്റെ വഴിതെറ്റിപ്പോയ പ്രിയപ്പെട്ടവനെ നേരെയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കഠിനമായ പ്രയത്നം നടത്തിയിട്ട് 7ാമത്തെ മാസത്തിൽ ഒരു പാതിരാത്രിയിൽ അദ്ദേഹം പടച്ചവൻ്റെ മുമ്പിൽ മുസല്ല വിരിച്ച് നിസ്കരിച്ചിട്ട് കരഞ്ഞു ദ്വാരക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം വിട്ടുപോയി. പടച്ചവനെ, നീ എന്താ എൻ്റെ വിളി കേൾക്കാത്തത്? എന്താ ഞാൻ പറഞ്ഞിട്ട് നീ പരിഗണിക്കാത്തത്? എൻ്റെ പ്രിയപ്പെട്ട ചങ്ങായിയല്ലേ, എൻ്റെ പ്രിയപ്പെട്ട ചങ്ങായിയല്ലേ? അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇമാം ഗസാലി ഉദ്ധരിക്കുകയാണ്. എൻ്റെ ചങ്ങായിയല്ലേ, ഓനിങ്ങനെ പോയാൽ ഞാൻ എങ്ങനെ സഹിക്കുക? പടച്ചവനെ, ഞാൻ നിനക്കും വേണ്ടി എത്ര പട്ടിണി ഇരുന്നു, നോമ്പെടുത്തു. പടച്ചവനെ, ഞാൻ നിനക്കും വേണ്ടി എത്ര സദഖ ചെയ്തു. പടച്ചവനെ, ഞാൻ എത്ര ദിവസമായി ഇങ്ങനെ സുജൂദിൽ കടന്ന് നിൻ്റെ മുമ്പിൽ കരയുന്നു. എൻ്റെ കണ്ണീരെന്താ കാണാത്തത്? പ്രിയപ്പെട്ടവരെ, വാടക വീട്ടിലായിരുന്നു. എനിക്കൊരു സ്വന്തം വീട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞ് ദ്വാരന്നിട്ടുണ്ടോ? അല്ലേ? ചിലപ്പോൾ നമ്മൾ ദ്വാരക്കുമ്പോൾ എന്താ കൂടുതൽ ദ്വാരക്കാം? രോഗിയായി കിടക്കുന്ന ഉമ്മക്ക് വേണ്ടി, ഉപ്പക്ക് വേണ്ടി, രോഗിയായി കിടക്കുന്ന മക്കൾക്ക് വേണ്ടി, കടം കയറി വലഞ്ഞു പോയ എൻ്റെ അവസ്ഥക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇങ്ങനെ കരയും ദ്വാരക്കും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ കരച്ചിൽ, ഈ കണ്ണുനീര്, ഈ രാത്രിയിലെ പടച്ചവൻ്റെ മുമ്പിലുള്ള പൊട്ടിത്തെറിച്ച ഈ മനസ്സിൻ്റെ ഗദ്ഗതം
എന്തിനു വേണ്ടിയായിരുന്നു പ്രിയപ്പെട്ടവർ? അള്ളാഹുവേ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എൻ്റെ പ്രിയപ്പെട്ട ചങ്ങായി, അവൻ ഇങ്ങനെ വഴിതെറ്റിപ്പോയാൽ അതെനിക്കെങ്ങനെ സഹിക്കാൻ പറ്റും? എന്താ നീ എൻ്റെ വിളി കേൾക്കാത്ത? എന്നിട്ട് അദ്ദേഹം പറയാണ്, അള്ളാഹുവേ, നീ എൻ്റെ വിളി കേട്ടാലല്ലാതെ ഞാനിനി ഇവിടുന്ന് എഴുന്നേൽക്കൂല. നീ എൻ്റെ വിളി കേട്ട് എനിക്ക് ഉത്തരം തന്നാലല്ലാതെ, എൻ്റെ സഹോദരനെ ഈ വഴിയിലേക്ക് നീ തിരിച്ചു തന്നാലല്ലാതെ ഇനി മേലിൽ ഞാൻ വെള്ളം കുടിക്കൂല, ഞാൻ ഭക്ഷണം കഴിക്കൂല. ഇത് പ്രിയപ്പെട്ടവരെ, നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടി, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട്, വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടൊന്നും നടത്തുന്ന പ്രകടനങ്ങളല്ല. ഒരു സുഹൃത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോയപ്പോൾ അവനോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ പേരിൽ അവന് വേണ്ടി ചെയ്യുന്ന പരിശ്രമങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ മോനെ നന്നാക്കാൻ വേണ്ടി, എൻ്റെ മകളെ നന്നാക്കാൻ വേണ്ടി, എൻ്റെ അനുജന്മാരെ, മരുമക്കളെ നന്നാക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ ഏതെങ്കിലും ഒരു അംശം ഇന്ന് വരെ പരിശ്രമിച്ചിട്ടുണ്ടോ? അധ്വാനിച്ചിട്ടുണ്ടോ? അങ്ങനെ ചെയ്യണ്ടേ? നമുക്കതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഇല്ലേ?